നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹം എന്ന രീതിയിൽ നോക്കാം. ആൻഡ് നിങ്ങളുടെ പേഴ്സണിന് എന്താ ആഗ്രഹം എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, യു വേഴ്സസ് ദം എന്ന് നമുക്ക്, അതായത് ഒരേപോലെ നിങ്ങളുടെ ചിന്തകൾ മാച്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ ആണോ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് റോ നിങ്ങളെക്കുറിച്ച്, ഓക്കെ, സെക്കൻഡ് റോ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമുക്ക് അങ്ങനെ വെക്കാം. ആൻഡ് മെസ്സേജസ് എടുക്കാം നമുക്ക്. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹം ഈ റിലേഷൻഷിപ്പിൽ എന്താണ്? നിങ്ങൾ എന്താണ് ഈ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്? വേൾഡ്, സോറി, ഞാൻ എപ്പോഴും ഇതിനെ വേൾഡ് എന്ന് പറയും. വീൽ ഓഫ് ഫോർച്യൂൺ ആണിത്. ഫുൾ കാർഡ്. ഓക്കെ, 4 of Pentacles, ടവർ കാർഡ് ആൻഡ് 4 of Wands. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. നിങ്ങളെവിടെയോ ന്യായം ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ന്യായം ചെയ്യണം. അവർ ഒരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഈവൻ മാരേജ് അല്ലെങ്കിൽ അങ്ങനെ പോസിബിൾ ആണെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പേഴ്സൺ ശരിക്കും നിങ്ങളോട് ന്യായമായ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളോട് ആദ്യമൊക്കെ പറഞ്ഞ ചില വാക്കുണ്ടാവും അല്ലേ, നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ പാലിക്കണം. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഒരു എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങളെവിടെയോ ഒരു വിഷ് യൂണിവേഴ്സിനോട് അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്ന പോലെയുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതി കൂടിയാണ്. നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട്, ഈവൻ ഫാമിലി മാരേജ് അല്ലെങ്കിലും നിങ്ങൾ പറയില്ലേ, ഒരു കമ്മിറ്റഡ് ആയിട്ട് പേഴ്സൺ നിൽക്കുക, നിങ്ങളോട് അത്രയും കമ്മിറ്റഡ് എന്ന് മാത്രമല്ല, എന്താ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന രീതിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിവിടെ നിങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മുൻപ് മേ ബി നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ച, സെപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ വന്ന് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് കാണാം. നിങ്ങൾ എവിടെയോ സമയം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങൾ, എപ്പോഴും വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. സോ ഇവിടെ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നത് മുന്നോട്ട് സമയം ഒന്ന് മാറി എല്ലാം ഒന്ന് ബെറ്റർ ആവണം, ഒരു പുതിയ തുടക്കം പോലെ വേണം, വീണ്ടും ഒന്ന് പഴയ പോലെ നമ്മൾ വീണ്ടും ഒരു ഹാപ്പി ആയിട്ട് എനർജിയിൽ, ഒരു വളരെ സ്നേഹത്തോടെ, കുറച്ചുകൂടി ഒരു ഫ്രീ മൈൻഡായിട്ട് ഓക്കെ നമുക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന രീതിക്കൊക്കെയാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഞാനിവിടെ 4 of Pentacles ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ല. ഓക്കെ, നിങ്ങൾ കരുതുന്നത് ലൈക്ക് ഒരു പ്രശ്നവും നിങ്ങളുടെ ഇടയിൽ വരരുത് എന്ന് കരുതി നിങ്ങൾ വളരെയധികം കെയർഫുൾ ആക്കി റിലേഷൻഷിപ്പിനെ വെക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമായിരിക്കാം, ഓക്കെ, സീക്രട്ടാക്കി നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിൽ മേ ബി നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കാണില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ സീക്രട്ടാക്കി വെക്കുന്നുണ്ട് എന്ന രീതിക്കുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ശരിക്കും അതിനെ വളരെയധികം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. ഈ പേഴ്സൺ ഇങ്ങനെ കണ്ടില്ലേ, വളരെ സ്നേഹത്തോടെ പിടിച്ചിരിക്കുന്ന പോലെയാണ്. നമ്മൾ പറയില്ല, ആരും എടുത്തുകൊണ്ട് പോകണ്ട അല്ലെങ്കിൽ നഷ്ടപ്പെടേണ്ട എന്ന രീതിക്ക് നിങ്ങൾ അതിനെ ചേർത്ത് പിടിക്കുന്ന പോലെയാണ്. ഓക്കെ, കുറച്ച് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കുമാണ്. ഓക്കെ, കുറച്ചൊന്ന് അത് ചിലപ്പോൾ ഓവറായി പോവാം. ഓക്കെ, കെയർഫുൾ ആയിരിക്കുക. എനിവേ, നിങ്ങളിവിടെ പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന രീതിക്ക് പ്രാർത്ഥിക്കുന്ന പോലെയാണ്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ തമ്മിലൊരു തകർച്ച, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡിങ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വീണ്ടും അതിനെ റീബിൽഡ് ചെയ്ത് വീണ്ടും ഒരു നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. കുറച്ച് പേർക്ക് മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് സെലിബ്രേഷൻ, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അഗൈൻ ഇവിടെ നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കൂടി നമുക്ക് നോക്കാം, അവരെന്താ ആഗ്രഹിക്കുന്നത്. 2 of Wands ഉണ്ട്, 7 of Pentacles, King of Cups, 8 of Cups, High Priestess. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നിങ്ങൾക്ക് റിസ്ക് എടുത്തിട്ടായാലും ഓക്കെ ഒരു ബിഗിനിങ് വേണമെന്ന രീതി, അതായത് റിസ്ക് എടുത്തിട്ടായാലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക്, അതായത് നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്നുകൂടി എനിക്ക് തോന്നി. ഓക്കെ, സോ അതുകൂടി ഇവിടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർക്കും വേണ്ടത് സെയിം ആണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കൽസ്, സ്റ്റാർ. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, നല്ല സ്നേഹത്തോടെ നിങ്ങൾ തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കുക ആൻഡ് ഒരു കമ്മിറ്റഡ് എനർജി രണ്ടും കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ, ഒരു തരത്തിലും ലൈക്ക് ശരിക്കും പറഞ്ഞാൽ മാച്ച് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അവർക്കും അതേ ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 of Wands എനർജി, 7 of Pentacles എനർജി, ഇത് രണ്ടും പറയുന്നത് കുറച്ചൊരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു തിങ്കിങ് എനർജി എന്ന് പറയാം. അവർ ലൈക്ക് ഇതിനെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക, എന്താണ് ചെയ്യുക,
ടവർ ആൻഡ് 8 ഓഫ് കപ്സ് മാത്രം ഇവിടെ മാച്ച് ഉണ്ട്. സോ എവിടെയോ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്ന് കാണാം ഓൾറെഡി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വോക്ക് അവേ ചെയ്തു, അല്ലെങ്കിൽ അവർ വോക്ക് അവേ ചെയ്തു, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് കളയണോ ആയിരിക്കും അവരുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇവിടെയും ഒരു ചോയ്സിൻ്റെ കാര്യമുണ്ട്, ഒരു തീരുമാനമെടുക്കുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് സിറ്റുവേഷൻ എന്ന രീതിക്ക് പറയാം. അതിൽ ഏത് വേണം എന്നൊരു ചിന്തയായിരിക്കും. ഓക്കെ, അഗെയിൻ ഇപ്പം നിങ്ങൾ തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതുമായിരിക്കും. ലൈക്ക് എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട്, ലൈക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനൊരു ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിനെ കുറിച്ചുമായിരിക്കാം. അഗെയിൻ അത് അകൽച്ചകളെക്കുറിച്ചും ആവാം. ലൈക്ക് ശരിക്കുമുള്ള ഇവിടെ വേൾഡ് ഒരു ഗ്ലോബ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ പേഴ്സൺ ദൂരെയാണ്, നിങ്ങൾ ദൂരെയാണ്, വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എങ്ങനെ ഇത് വർക്കൗട്ട് ആവും എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവും. മേ ബി ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് വരും. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് അവർ ബിസി ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ബിസി ആവും, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പക്ഷേ ഐ തിങ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് എന്നാലും പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു അഗെയിൻ സ്ലോ എനർജി ഉണ്ട്. നിങ്ങൾ പേഴ്സൺ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവർക്കും അറിയുന്നില്ല അതിൽ മുന്നോട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ, പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന രീതിയിൽ അവർക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കുറച്ചൊരു ചിന്ത അവരുടെ പോസിറ്റീവ് സൈഡിലല്ല എന്ന് പറയാം, കുറച്ചൊരു നെഗറ്റീവ് സൈഡിലാണ് അവർ ചിന്തിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലേ എന്ന രീതിക്ക് ഒരു ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ലൈക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്കൊരു ലേശം മടിയുണ്ട് എന്ന് പറയാം. ഓക്കെ, കാരണം അവർ സ്ലോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര ഇല്ല. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഓക്കെ, ബട്ട് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ വളരെയധികം സ്നേഹം തന്നെയാണ് അവർക്ക്. ഫീലിങ്സ് അവർക്കുള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, യെസ് അവർക്ക് ലൈക്ക് ആത്മാർത്ഥമായ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവർക്ക് ആഗ്രഹം. പക്ഷേ ഇത് അവർ തുറന്ന് പറയാൻ കുറച്ചൊരു മടി കാണിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അവർ ഓപ്പണായിട്ട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തു എന്ന് വരില്ല. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത ഒരു എനർജി ഉണ്ട്, മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് യെസ് നിങ്ങൾ ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ ഇത് കുറച്ച് പേര് കാണുന്നവർക്ക് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് തുറന്ന് തന്നെ സംസാരം വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, കുറച്ച് പേർക്ക് എനിക്ക് അത് എനർജി പിക്ക് ചെയ്തു. അങ്ങനെയും ആവാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ഈ ഒരു അകൽച്ചയൊക്കെ വന്ന ശേഷമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന ശേഷമായിരിക്കാം. ഇപ്പോൾ അവർ കുറേ കൂടി അവരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലാണ് കാണുന്നത്. അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഇവിടെ മാറി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ട് കളയണം എന്ന രീതിക്ക്, അതായത് അവരുടെ ലൈഫിൽ അവരെന്തോ വിട്ട് കളയാനുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, മേ ബി തടസ്സമായിട്ട്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ മേ ബി ഇവിടെ എന്തെങ്കിലും സീക്രസി ഉണ്ടാവാം. അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സീക്രട്ടായിട്ട് കൂടി ഉണ്ട് എന്ന രീതി കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിറ്റി കൂടി ഞങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അവർ സീക്രട്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നു എന്നുമായിരിക്കും. സോറി, ലെറ്റ്സ് സീ പേഴ്സൺ എന്താണ് ഇവിടെ ആഗ്രഹം ഒന്നുകൂടി. ക്വീൻ ഓഫ് പെന്റക്കിൾസ്, ഗുഡ്. അഗെയിൻ ഏസ് ഓഫ് കപ്സ് കണ്ടോ, എത്ര ഷഫിൾ ചെയ്തിട്ടും ക്വീൻ. ഓ മൈ ഗാഡ്, സീരിയസ്ലി. ഓക്കെ, ഓക്കെ സോറി. ഇവിടെ തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട് എനിക്ക്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ്, അല്ലെങ്കിൽ വേറൊരു പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും വ്യക്തികളുണ്ടാവാം, ഫാമിലിയും തടസ്സം ഉണ്ടാവാം, പറയാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് ഈവൻ ജോലിയുടെ കാര്യങ്ങളും ആവാം. ഓക്കെ, ഫൈനാൻഷ്യലി അവർ സ്റ്റേബിൾ അല്ലാത്ത എനർജിയും ആയിരിക്കാം. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ നിങ്ങൾ ചാടിക്കേരി തേർഡ് പാർട്ടിയിൽ നിന്ന് മാത്രം എടുക്കണ്ട. ഓക്കെ, ബട്ട് നിങ്ങളോട് തന്നെയാണ് ഫീലിങ്സ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് നടത്തേണ്ടത് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ യെസ്, ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്, ഏസ് ഓഫ് കപ്സ് നിങ്ങളോട് തന്നെയാണ്. ബട്ട് മേ ബി ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ വരുന്നുണ്ട് കുറച്ച് പേർക്ക്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ പേഴ്സൺ അതാണ് ഈ ചൂസ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞത്, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്ക്. ഓക്കെ, ആ ഒരു എനർജിയാണ് മെയിനായിട്ട്. ബട്ട് അതൊരു തടസ്സമായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. തേർഡ് പാർട്ടി എനർജി വീണ്ടും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ അഗൈൻ ഇവിടെ കമ്മിറ്റഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതാണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ തടസ്സം അതാണ്. ഓക്കെ, ബട്ട് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ബട്ട് സിറ്റുവേഷൻസ് തടസ്സം നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ നമുക്ക് ഇതിൽ നോടി മെസ്സേജ് നോക്കാം. ഒരാൾ എടുക്കുന്ന എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് വരുന്നത്? വൈ കാൺട്ട് യു സീ മൈ ഹാർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അവരെ മനസ്സ് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അവർ തുറന്ന് പറയുന്നില്ല, ശരിയാണ്, ബട്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ് എനർജിയിൽ നിങ്ങളെ കാണുന്നത് അവർ വളരെയധികം സ്നേഹത്തോടെയാണ്, ഒരു കപ്പിൾ എന്ന രീതിയിലാണ്, നിങ്ങളുടെ പാർട്ട്ണർ എന്ന രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അവർ പറയുന്നത് എന്തുകൊണ്ട് നീ എൻ്റെ സ്നേഹം കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ,
എൻ്റെ മനസ്സെന്തേ കാണാത്തത്, അവർ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആ മനസ്സിലാക്കണം എന്നാണ്. ഓക്കെ, യുവർ ലവ് ബ്രിങ്സ് വോംത്ത് ഐ നെവർ ന്യൂ ഐ നീഡഡ്. യെസ്, നിങ്ങൾ അത്രയും സ്നേഹമാണ് കൊടുക്കുന്നത്. അവർക്ക് ആ ഒരു വാം ഫീലിംഗ് ആണ് നിങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ്, വളരെ സ്നേഹത്തോടെയുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഐ എം വർതി ഓഫ് ദ ലവ് ഐ സീക്ക്. ഓക്കെ, സി നിങ്ങളുടെ പേഴ്സൺ എവിടെയോ അവർക്ക് തോന്നുന്നുണ്ടാവാം എന്നിട്ട് അവർ ഈ ഒരു സ്നേഹത്തിന് അർഹതയില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവാം. അത് ചിലപ്പോൾ സിറ്റുവേഷൻസ് കാരണമായിരിക്കും അവർക്ക് തോന്നുന്നത്. നിങ്ങൾ അത്രയും അവരെ കെയർ ചെയ്യുന്നുണ്ട്, അത്രയും സ്നേഹം കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് അർഹിക്കുന്നുണ്ടോ എന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവാം, നിങ്ങളുടെ മനസ്സിലും എവിടെയോ ഈ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ലൈക്ക് അഫർമേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുമ്പോൾ ഞാൻ സ്നേഹം അർഹിക്കുന്നുണ്ട്, ഞാൻ യഥാർത്ഥമായ ആത്മാർത്ഥമായ ഒരു സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ട് എന്നെപ്പോഴും പറയാം. ഓക്കെ, അവനവനോട്. പേഴ്സണിനും ഐ തിങ്ക് എവിടെയോ ആ ഒരു അതുണ്ട്, ഡൗട്ടുണ്ട്. ഡെസ്പൈറ്റ് എവറിത്തിങ് ഐ സ്റ്റിൽ ബിലീവ് ഇൻ അസ്. യെസ്, എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും ശരി, എന്ത് പ്രശ്നങ്ങളായാലും ശരി, അവർ പറയുന്നത് ഐ സ്റ്റിൽ ബിലീവ് ഇൻ അസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്നൊരു വാക്ക് അവർക്ക് വളരെ അതിലവർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. അതായത് നമ്മൾ ഒന്നിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചാണ് എന്ന രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. ഐ എം ഹീലിംഗ് ടു ലവ് മൈസെൽഫ് അഗൈൻ. ഓക്കെ, എവിടെയോ ഇത് ബ്രോക്കൺ ഒരു പാത്രം അല്ലേ, എവിടെയോ ചില വിഷമങ്ങൾ തട്ടിയതായിട്ട് നിങ്ങൾക്കാവാം, നിങ്ങളുടെ പേഴ്സണാവാം, രണ്ടും ഉണ്ട്. ഓക്കെ, ഐ എം ഹീലിംഗ് ടു ലവ് മൈസെൽഫ് അഗൈൻ. ഓക്കെ, സെൽഫ് ലവിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണായാലും നിങ്ങളായാലും എവിടെയോ ഒരു സെൽഫ് ലവിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന പോലെയുണ്ട്. ലെറ്റ്സ് റീബിൽഡ് വാട്ട് വി ലോസ്റ്റ്. യെസ്, ടവർ കാർഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ, ടവർ കാർഡ് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടവർ കാർഡ് കഴിഞ്ഞ് 4 ഓഫ് ഫോൺസ് ആവുന്നത്, ഇതൊരു വീട്, ഫാമിലി എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പറയുക. സോ തകർന്നതിനെ വീണ്ടും ബിൽഡ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റ്സ് റീബിൽഡ് വാട്ട് വി ലോസ്റ്റ്. നമ്മൾ വീണ്ടും ഇനിയും കെട്ടിപ്പൊക്കാം. യുവർ ലവ് പുഷസ് മീ ടു ബി മൈ ബെസ്റ്റ് സെൽഫ്. നിങ്ങൾ എവിടെയോ അവരെ പുഷ് ചെയ്യുന്നുണ്ട്, അവരെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, ഹീലാവാൻ വേണ്ടിയിട്ട്, അവർ കൂടുതൽ ലൈഫിൽ ബെറ്റർ ആവണം, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ആവണം എന്ന രീതിക്ക് അവർ നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് അവരെ പുഷ് ചെയ്യുന്നത് ഒന്ന് ബെറ്റർ ആവാൻ. ഐ ഫീൽ അലോൺ ഈവൻ വെൻ വി ആർ ടുഗെദർ. ഓക്കെ, നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് തോന്നുന്നത് ദാറ്റ് നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ, പേഴ്സൺ കൂടെ ഉള്ളപ്പോഴും എവിടെയോ നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ട്. അത് മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം, കുറച്ച് അകൽച്ച വെക്കുന്നതുകൊണ്ടായിരിക്കാം. ലെറ്റ്സ് ന്യൂച്ചർ അവർ ലവ് എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. യെസ്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നമുക്ക് വീണ്ടും ഒന്ന് പരസ്പരം കെയർ ചെയ്ത് സ്നേഹത്തോടെ നമുക്ക് മുന്നോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് പറയുന്നത്. ലെറ്റ് ലൈറ്റ് ഫിൽ സ്പേസസ് വൺസ് ഓക്യുപ്പൈഡ് ബൈ സോറോ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ടാവട്ടെ എന്നാ പറയുന്നത്. ആ വിഷമങ്ങളൊക്കെ മാറി ഓക്കെ അവിടെ ഒരു പുതിയ ഒരു ബിഗിനിങ് വരട്ടെ എന്ന രീതിക്കാണ്. ടെൽ മീ വാട്ട് യുവർ ഹാർട്ട് നീഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന്. ഓക്കെ, അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ബട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ഓക്കെ, ക്രാക്സ് വീണുണ്ടാവും അല്ലേ, പക്ഷെ അവിടെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വെളിച്ചം കൊണ്ട് വീണ്ടും പ്രകാശം നിറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആഗ്രഹമൊക്കെ ഉണ്ട്. അഗൈൻ നമ്മൾ ഈ സോക്കപ്സിൻ്റെ കാർഡ് കണ്ടാൽ തന്നെ നോക്കൂ, ചില റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അവർക്ക് വീണ്ടും അവിടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. എന്തായാലും ഓക്കെ, സിറ്റുവേഷൻസ് ആണ് ഇവിടെ പ്രശ്നം. ഓക്കെ, നിങ്ങളോട് സ്നേഹമില്ല എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പക്ഷേ സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു തടസ്സങ്ങളാണ്. ഓക്കെ, ബട്ട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഇതാണ്, അവർക്ക് ഒരല്പം കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഓക്കെ, പറയാൻ വിട്ടുപോയി, മറ്റേ സെൽഫ് ലവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐ തിങ്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. എനിവേ, സോ സെൽഫ് ലവ് ബാച്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാം. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ കോൺടാക്ട് ചെയ്യൂ പേഴ്സണലി, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ സെൽഫ് ലവ് വളരെ അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, സെൽഫ് ലവ് മാത്രമല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ശരിക്കും. എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവരങ്ങനെ പെരുമാറുന്നു, അതിന് നിങ്ങൾക്ക് എങ്ങനെ അതിന് മാറ്റം വരുത്താം എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലായിരിക്കും. ലൈക്ക് ബന്ധങ്ങൾ ചിലപ്പോൾ തുടരണോ വേണ്ടേ എന്ന രീതിക്കും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സമാധാനം കിട്ടാനായിരിക്കാം. സോ എന്ത് തന്നെയായാലും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഞാൻ മെസ്സേജസ് എൻ്റെ വീഡിയോസ് ഇട്ടത് ഒന്ന് നോക്കാം, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ഏപ്രിൽ 1 തൊട്ടാണ്, സോറി ഞാൻ പറഞ്ഞു ഓർമ്മയില്ല, ഏപ്രിൽ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. വേണ്ടവർ കോൺടാക്ട് ചെയ്യൂ. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.